പൊന്നാപ്പ എന്താ നമ്മുടെ പരിപാടി? പൊന്ന കുറച്ച് നാളുമായിട്ട് നമുക്കൊരു മീനെ വാങ്ങിക്കണം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോയി മീനെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഗോയിങ് ടു കാർ ഫാം. അവിടെ മീനിൻ്റെ വിലയൊക്കെ നോക്കണം. വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞ് രണ്ടൊന്ന് മീന് ജസ്റ്റ് മീനെ വാങ്ങിക്കുന്ന ആഗ്രഹത്തിന് പുറത്ത് വാങ്ങിക്കാം കേട്ടോ. അല്ലാതെ വലിയ അക്വേറിയം വലിയ ടാങ്കൊന്നും അല്ല, കുട്ടി ടാങ്ക് കുട്ടി മീൻ. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പോകുമ്പോൾ വാങ്ങിക്കാൻ. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ പ്ലാന് ചെറിയൊരു ചേഞ്ച് വന്നു. കാരണം ടാങ്ക് കൊണ്ടുപോയി അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ മീനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ജിതിനത് പറഞ്ഞായിരുന്നു. അപ്പം നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ടാങ്ക് കൊണ്ടുപോയി വെള്ളമൊക്കെ ഒഴിച്ച് ഡീകാർബണൈസ് ഒക്കെ ചെയ്ത് ഡീക്ലോറിനേറ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ മണ്ണും അതൊക്കെ സെറ്റൊക്കെ ചെയ്തിട്ട് നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ടാങ്ക് വാങ്ങിച്ചു. അതിനകത്ത് ഇടാനുള്ള മണ്ണും അങ്ങനത്തെ ഡെക്കോർ വലിയ സാധനമൊന്നുമില്ല, ചെറിയ ചെറിയ കുഞ്ഞു ഐറ്റംസ്. നമുക്ക് മാക്സിമം അതിന് 3 മീൻ ഇടാന്ന് പറഞ്ഞു. മീഡിയം സൈസ് ആണെങ്കിൽ 3 മീൻ, അല്ലാത്തതാണെങ്കിൽ 5 മീൻ. ചെറുതാണ്, തീരെ ചെറുതാണ് 5 മീൻ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്പർ കൂട്ടാം. അതായത് കുട്ടി ടാങ്കാണ് നമ്മൾ വാങ്ങിച്ചത്, അതുകൊണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാലും പൊന്നാപ്പയുടെ 2 മാസത്തെ ബഡ്ജറ്റ് ഇതോടുകൂടി 2 മാസത്തെയോ കൊള്ളാലോടി. അപ്പം അതോടുകൂടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ നാളെ കാണിക്കാം. നമ്മളിത് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. കാരണം സെറ്റ് ചെയ്ത് വാഷിങ്ങും പരിപാടിയൊക്കെ എന്താ കാണിക്കാൻ, സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നാളെ മീനെ വാങ്ങിച്ചിട്ട് അത് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരിച്ചു വന്നു മീനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ മുത്തുമണിയുണ്ട്. നമ്മൾ ആക്ച്വലി ടാങ്ക് സെറ്റ് ചെയ്തു. അതിനകത്ത് മണ്ണൊക്കെ ഇട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു. അത് കാണിക്കാം. നമ്മളിപ്പോൾ മീനെയും കൊണ്ട് ലൈറ്റ് ഉള്ള ടാങ്കാണ് വാങ്ങിച്ചത്. ലൈറ്റ് ടാങ്കിലുണ്ടായിരുന്നു. പിന്നെ ഹീറ്റർ വെച്ചു, ഫിൽറ്റർ വെച്ചു, എന്നിട്ട് വെള്ളം ഇട്ടിട്ട് ഡീക്ലോറിനേറ്റിംഗ് അതിന്റെ സാധനം ഒഴിച്ചു, ഡെക്കോറൊക്കെ വെച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മള് ഇന്ന് മീനെ വാങ്ങിക്കുക, മീനെ കൊണ്ടിടുക, എന്നിട്ട് ടാങ്ക് കാണിക്കാം. എന്നപ്പം പൊന്നാപ്പി ആർ യു ഹാപ്പി? അപ്പൊ കാർ ഫാം നമ്മുടെ പഴയ വീഡിയോസിലുണ്ട് കേട്ടോ. കാർ ഫാമിന്റെ 2 വീഡിയോ ഉണ്ടെന്ന് അല്ലേ? അപ്പം കാർ ഫാം എന്താ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അതോട് പോയത് കണ്ടോ കേട്ടോ. ഞാൻ അതിന്റെ എൻട്രൻസ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാമേ. ഇതാണ് അതിന്റെ എൻട്രൻസ്. നമ്മൾ ഇന്ന് കറക്റ്റ് എൻട്രൻസിന്റെ തൊട്ട് ഫ്രണ്ടിലാ നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ആയില്ല, മിന്നി 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 കാണുന്ന പോലെ കണ്ടാ. അതാണ് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ്, ഇങ്ങനെ മിന്നി മിന്നി കാണുന്നത്. ഇപ്പൊ മിന്നുന്നില്ല പോലെ കാണും നമ്മുടെ വണ്ടിയുടെ ലൈറ്റാ. അപ്പൊ നമ്മൾ അകത്ത് കയറുക, മീനെ വാങ്ങിക്കുക, എന്നിട്ട് നമുക്ക് കാണിക്കാം ബാക്കി. അകത്ത് മീനെ ഏത് മീനെ വാങ്ങിക്കുന്നത് കാണിക്കാം. അങ്ങനെ പൊന്ന മീനപ്പന്മാരെ തരുവുള്ളൂ. നല്ല എത്ര വേണമെങ്കിലും തരും. അത് പെറ്റ് പെരുകും, അതുകൊണ്ട് 2 എണ്ണം മതി. 2 മെയിലിനെ തന്നു. 2 മെയിലിനെ തന്നേക്കുന്നേ. അതിന്റെ കഥ ഒരു മെയിലാണ്. പക്ഷെ നമുക്കിപ്പോ 2 മെയിലിനെ മാത്രമേ തന്നിട്ടുള്ളൂ. കേറിക്ക മഴ പെയ്യുന്നുണ്ട്. ഇവരെ കാണാം. ഇതാണ് നമ്മളപ്പോ വാങ്ങിച്ച 2 ആൾക്കാർ. ഇവിടെ കിടന്ന് നോക്കുക. ഇതിൻ്റെ കളറാണോ ഇത്? ഹായ്. അതിൻ്റെ ഇവിടെ റെയിൻബോ പോലെ കീഴിൽ അതിൻ്റെ ബെല്ലി സൈഡിലുണ്ട് റെയിൻബോ പോലെ ഒരു കളറുണ്ട്. നല്ല പാടുണ്ടല്ലേ. അടിച്ചോ. അങ്ങനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. ഒരിടത്തോട്ട് കയറ്റണോ? ആ ചാട ഒരാൾ ചാടാനാണ് റെഡി ആയിട്ടിരിക്കും. അറ്റത്തൊരാൾ. അവർ തന്നെ നീന്തി ഇറങ്ങും തോന്നല്ലോ. അയ്യോ ഇല്ല, അവിടെ ആരാ പോകത്തുള്ളത്. കുറച്ചായിട്ട് മിക്സ് ചെയ്യണം.
ഓഹോ. ബാക്കി കുറച്ചായിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് അഴിച്ചിടും. അതെ, ഓക്കെ. ഫുള്ളായിട്ട് അഴിച്ചിട്ടിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ശംഖുവിനെയും അത് നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ കണ്ടുപിടിക്കും. ഒരെണ്ണം മെലിഞ്ഞത് വരണം, കുറച്ച് വണ്ണം. അപ്പം ആര് ശംഖു ആര് മങ്കു? മങ്കു അല്ല, ശംഖുവും ചങ്കു. ചങ്കുവിനെ നമുക്ക് എന്തായാലും 2 മെയിൽ ഗപ്പീസിനെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. ഇവരാദ്യം നമ്മളെ ഇതിന്റെ അകത്തോട്ട് റിലീസ് ചെയ്തപ്പോ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പേടിച്ചിട്ട്. പിന്നെ രണ്ടുപേരും സെപ്പറേറ്റ് ആവാൻ നോക്കുവായിരുന്നു. മറ്റേ മുണ്ടയ്ക്ക് പോകുമ്പോ മറ്റേ കൂടെ വരും. ചിലപ്പോ എന്താന്ന് അറിയാതൊക്കെ ചാടിയൊക്കെ അറിയും. ഇത് സർവൈവ് ചെയ്യണേന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്തു. ശംഖുവും ചങ്കുവും പാഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോ നമുക്ക് പതുക്കെ ആഡ് ഓൺ ചെയ്യാല്ലേ, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട്. ഒരു ഫീമെയിലായിട്ട് ഇടാൻ പറ്റത്തില്ല, 2 മെയിൽ ആയതുകൊണ്ട് നമുക്ക് നോക്കാം. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അവർ പെറ്റ് പെരുക്കി ഭയങ്കരമായിട്ട് വരുവാണ്, അതാണ് പ്രശ്നം. പെരുകും. ആ, അപ്പൊ നമുക്ക് നിർത്താം. മുത്ത് കിടന്ന് ഉറങ്ങുവാണ്. ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ TV ഒക്കെ കണ്ടിരിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ മണി അടിക്കാൻ മറക്കല്ലേ. മറക്കല്ലേ.